അടുത്ത വർഷം നടക്കാനിരിക്കുന്ന കേരള നിയമസഭാ ഇലക്ഷൻ CNXD അഭിപ്രായ സർവേ. കേരളത്തിലെ 14 ജില്ലകളിലായി 140 മണ്ഡലങ്ങൾ. ഓരോ ജില്ലകളിലും ഓരോ മുന്നണികൾക്കും വിജയസാധ്യതയുള്ള സീറ്റുകൾ. കേരളത്തിലെ ആദ്യത്തെ ജില്ല തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം ജില്ലയിൽ 14 സീറ്റുകളാണുള്ളത്. 14 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ LDFും 9 സീറ്റുകൾ വരെ UDFും 1 സീറ്റ് BJPയും നേടാനാണ് സാധ്യത. കേരളത്തിലെ അടുത്ത ജില്ല പത്തനംതിട്ടയാണ്. പത്തനംതിട്ട ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ LDFും 3 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. കേരളത്തിലെ അടുത്ത ജില്ല ആലപ്പുഴയാണ്. ആലപ്പുഴ ജില്ലയിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ LDFും 4 സീറ്റുകൾ വരെ UDFും 1 സീറ്റ് BJPയും നേടാനാണ് സാധ്യത. കേരളത്തിലെ അടുത്ത ജില്ല ഇടുക്കിയാണ്. ഇടുക്കി ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ LDFും 3 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. കേരളത്തിലെ അടുത്ത ജില്ല കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയിൽ 11 സീറ്റുകളാണുള്ളത്. 11 സീറ്റുകളിൽ 6 സീറ്റുകൾ വരെ LDFും 5 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. കേരളത്തിലെ അടുത്ത ജില്ല കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ലയിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ LDFും 6 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. കേരളത്തിലെ അടുത്ത ജില്ല എറണാകുളമാണ്. എറണാകുളം ജില്ലയിൽ 14 സീറ്റുകളാണുള്ളത്. 14 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ LDFും 9 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. കേരളത്തിലെ അടുത്ത ജില്ല മലപ്പുറമാണ്. മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ നിയമസഭാ സീറ്റുകളുള്ള ജില്ലയാണ് മലപ്പുറം. മലപ്പുറം ജില്ലയിൽ 16 സീറ്റുകളാണുള്ളത്. 16 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ LDFും 11 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. കേരളത്തിലെ അടുത്ത ജില്ല തൃശ്ശൂർ ജില്ലയാണ്. തൃശ്ശൂർ ജില്ലയിൽ 13 സീറ്റുകളാണുള്ളത്. 13 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ LDFും 8 സീറ്റുകൾ വരെ UDFും 2 സീറ്റുകൾ വരെ BJPയും നേടാനാണ് സാധ്യത. കേരളത്തിലെ അടുത്ത ജില്ല പാലക്കാടാണ്. പാലക്കാട് ജില്ലയിൽ 12 സീറ്റുകളാണുള്ളത്. 12 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ LDFും 7 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. കേരളത്തിലെ അടുത്ത ജില്ല കാസർഗോഡാണ്. കാസർഗോഡ് ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 1 സീറ്റ് LDFും 3 സീറ്റുകൾ വരെ UDFും 1 സീറ്റ് BJPയും നേടാനാണ് സാധ്യത. കേരളത്തിലെ അടുത്ത ജില്ല കണ്ണൂരാണ്. കണ്ണൂർ ജില്ലയിൽ 11 സീറ്റുകളാണുള്ളത്. 11 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ LDFും 7 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. കേരളത്തിലെ അടുത്ത ജില്ല വയനാടാണ്. വയനാട് ജില്ല ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ലയാണ് വയനാട്. വയനാട് ജില്ലയിൽ 3 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. 3 സീറ്റുകളിൽ 3 സീറ്റും UDF നേടാനാണ് സാധ്യത. LDFിനോ BJPക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. കേരളത്തിലെ അടുത്ത ജില്ല കോഴിക്കോടാണ്. കോഴിക്കോട് ജില്ലയിൽ 13 സീറ്റുകളാണുള്ളത്. 13 സീറ്റുകളിൽ 7 സീറ്റുകൾ വരെ LDFും 6 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. കേരളത്തിലെ ആകെയുള്ള 140 സീറ്റുകളിൽ 51 സീറ്റുകൾ വരെ LDFും 84 സീറ്റുകൾ വരെ UDFും 5 സീറ്റുകൾ വരെ BJPയും നേടാനാണ് സാധ്യത.